നമസ്കാരം. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനും മുതിർന്ന അധ്യാപകനും നേരെ SFI പ്രവർത്തകർ നടത്തിയ അക്രമം, കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവിന് നേരെയുണ്ടായ ക്രൂരമർദ്ദനം. പ്രമുഖ വിദ്യാർത്ഥി സംഘടനയുടെ സംഘടനാ പ്രവർത്തനമാണ് ഇത്. രണ്ട് സംഭവങ്ങൾക്കും SFIയുടെ ഭാഗത്തു നിന്ന് വാദങ്ങളുണ്ട്. മാതൃകാപരമായ പ്രവർത്തനം നടത്തേണ്ട സംഘടനകൾ അക്രമിക്കൂട്ടമായി മാറുകയാണോ? കലാലയങ്ങൾ അക്രമികളുടെ വിളനിലമാകുന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ്? SFI ബാധ്യതയാകുന്നുണ്ടോ? ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട്, അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക. ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. ഇന്ന് അതിഥികളായി പങ്കെടുക്കുന്നവർ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ P. താജുദ്ദീൻ, AISF സംസ്ഥാന സെക്രട്ടറി ശ്രീ P. കബീർ എന്നിവരാണ്. ആദ്യം ശ്രീ P. താജുദ്ദീൻ. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ കേട്ടുവരുന്ന വാർത്തകൾ, അത് രണ്ട് കലാലയങ്ങളിൽ ഉണ്ടാകുന്ന വാർത്തകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായമുണ്ട് എന്നറിയാം. പക്ഷേ ഇതെന്ത് സംഘടനാ പ്രവർത്തനമാണ് എന്ന ഒരു പൊതു ചോദ്യം സമൂഹത്തിൽ നിന്നുയർന്നാൽ അതിന് നിങ്ങൾ എന്ത് മറുപടിയാകും നൽകുക? ഇപ്പോൾ കൊയിലാണ്ടി കോളേജിൽ കണ്ടത്, അവിടെ പ്രിൻസിപ്പലിനും മുതിർന്നൊരു അധ്യാപകനും നേരെ ഉണ്ടാകുന്ന അതിക്രമം എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുന്നു. അതിന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനം പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആ തരത്തിലേക്കുള്ള ദൃശ്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ആരും അത് കണ്ടിട്ടുമില്ല. ചില അവ്യക്തത കലർന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഒരു പോയിന്റിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കാര്യവട്ടം ക്യാമ്പസിൽ കണ്ട ഒരു കാര്യം, അവിടെയും ക്രൂരമർദ്ദനമാണ് KSU പ്രവർത്തകർ നേരിടേണ്ടി വരുന്നത്. അവരുടെ ഒരു നേതാവാണ്, ജനറൽ സെക്രട്ടറിക്കാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇതെന്ത് സംഘടനാ പ്രവർത്തനം? ഇതാണോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനാ പ്രവർത്തനം എന്നൊരു ചോദ്യം ഉയർന്നാൽ അതിനെന്ത് മറുപടി നൽകും? അല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് SFI എന്തോ മഹാപരാധം ചെയ്തു എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൗർഭാഗ്യകരം എന്നുള്ള രൂപത്തിൽ ഇപ്പോഴും ഈ ചർച്ചയിൽ പോലും SFIയെ വല്ലാത്ത രൂപത്തിലേക്ക് കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയും SFI നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഈ വർഷാരംഭ പ്രവർത്തനത്തിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഇത് ആദ്യമായല്ല നമ്മുടെ സംഘടനാ കമ്മിറ്റി SFI നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ആദ്യമായല്ല. എന്നാൽ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം നടന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനത്തോടു കൂടിയാണ് SFIയുടെ സംഘടനാ പ്രവർത്തനം വിപുലപ്പെടുന്നത് എന്ന് കണ്ടുകൊണ്ട് മറ്റിതര വിദ്യാർത്ഥി സംഘടനകൾ, അത് KSU ഉൾപ്പെടെയുള്ള MSF ഉൾപ്പെടെയുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഈ അടുത്ത കാലത്തായിരിക്കാം ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ചെല്ലാം ആലോചന നടത്തുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, അത് ഞങ്ങളുടെ സംഘടനാ കാര്യമല്ല. പക്ഷേ ഞങ്ങളിവിടെ വളരെ സമാധാനപരമായി സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞങ്ങളെ ഒരു പൊതുബോധം ഇത് ഞങ്ങൾക്കെതിരാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ഭാഗത്തുണ്ടാവുകയാണ്. ഇപ്പോഴും SNDP ഗുരുദേവ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രിൻസിപ്പൽ ഈ പറയുന്ന അഭിനവ് എന്ന് പറയുന്ന കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റിനെ മാരകമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇന്നും അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നും നേരത്തെ വിളിച്ച സമയത്ത് കൂടെ ഞങ്ങളെ സഖാക്കൾ പോയി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കാണിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. 6 മാസം എടുക്കും സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടാൻ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനപ്പുറത്തേക്ക് വ്യക്തത വേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം താങ്കൾ ഈ വിഷയമായതുകൊണ്ടാണ് താജുദ്ദീൻ, ഇപ്പോൾ ഈ മറ്റ് മർദ്ദനത്തിന്റെ വീഡിയോ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന്, ഈ അഭിനവ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവിന് അങ്ങനെ പരുക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വിഷയം തന്നെയാണെന്നതിൽ സംശയമില്ല. അതിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് എവിടെ നിന്നാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന് എവിടെയാണ് തെളിവ്? തെളിവിൻ്റെ കാര്യത്തിൽ നേരത്തെ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എന്നെ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അത് എല്ലാ കോളേജിലും അതത് കോളേജിലെ നിയോഗിക്കപ്പെട്ട യൂണിറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനപ്രകാരം ഇരിക്കുന്ന ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ഈ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇവിടെ ഹെൽപ്പ് ഡെസ്ക് അനുവദിക്കില്ല എന്നുള്ള ഒരു ധിക്കാരപരമായ നിലപാടെടുക്കുന്ന പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ആ പ്രസിഡന്റ് അവിടെ എത്തിയിട്ടുള്ളത്. ആ എത്തുന്ന സമയത്ത് ആ വരാന്തയിൽ ആ ഈ ഹെൽപ്പ് ഡെസ്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ മർദ്ദനം ഉണ്ടാവും എന്ന് കരുതി ക്യാമറ ഓണാക്കി പിടിച്ചല്ലല്ലോ നമ്മൾ ആരും അവിടത്തേക്ക് ചെല്ലുന്നത്. ഈ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരന്തരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അധ്യാപികയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചർച്ചയിലും കാര്യങ്ങളെല്ലാം ഉന്നയിച്ച ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രിൻസിപ്പൾ നേരത്തെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരമായി ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരുമായി സംസാരിക്കുന്ന ആളുകളാണ്, വിവിധ വിഷയങ്ങളിൽ ബന്ധപ്പെടേണ്ടി വരും. ആ നിലയിൽ ഒരു പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിൽ ജനാധിപത്യപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വരുന്ന സമയത്ത് ക്യാബിനിൽ ഇരിക്കാൻ പോലും തയ്യാറാകാതെ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു സിനിമ കാണുന്ന ആളുകൾക്ക് അറിയാം, പഴയ ഒരു പോലീസ് സ്റ്റേഷന്റെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. ഇപ്പോഴങ്ങനെയല്ല. പഴയ കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പറയാൻ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പോലും തയ്യാറാകാതെ. ശ്രീ പി താജുദ്ദീൻ, ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കണം, പക്ഷേ ഇപ്പോൾ ഇതിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള സംഭവം, അതിന്റെ പ്രവർത്തനം പ്രിൻസിപ്പൽ അത് തടഞ്ഞു, അത് ആവശ്യമില്ല എന്ന് പറയുന്നു. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഒരുപക്ഷെ പ്രിൻസിപ്പൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പ്രിൻസിപ്പൽ എടുക്കുന്നത് തന്നെയാകും അന്തിമം എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പോട്ടെ, വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾക്കതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൽ സംസാരിക്കാനാണ് എന്നാണ് ഞാൻ കരുതുന്നത് പുറത്തു നിന്നൊക്കെയുള്ള നിങ്ങളുടെ ആളുകൾ വന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ വളരെ മാന്യമായി ഇതിന്റെ പ്രവർത്തനം എന്താണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു, നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷേ ഇത് ആവശ്യമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ പുറത്തു നിന്ന് ആളുകൾ വരുന്നു, അവരവിടെ ഇരിക്കുന്നു, അതിനെ പ്രിൻസിപ്പൽ ചോദ്യം ചെയ്തു. അതിനുശേഷം ഉണ്ടാകുന്ന അക്രമത്തിന്റെ കഥകൾ, അത് പല ഘട്ടങ്ങളിലായി ക്രൂരമായ ആക്രമണത്തിന് വിധേയരാവുകയാണത്. നല്ല പ്രായമുള്ളൊരു അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്ന ആ കാഴ്ച അങ്ങേയറ്റം ലജ്ജയുണ്ടാക്കുന്നതല്ലേ ശ്രീ താജുദ്ദീൻ? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പ്രായത്തിന്റെ കൺസേൺ, ഈ അഭിനവ് എന്ന് പറയുന്ന വിദ്യാർത്ഥി 20 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഈ പ്രായത്തിന്റെ കൺസേൺ നിങ്ങൾ ചില കോണുകളിലേക്ക് മാത്രം തീർച്ചയായും നേരത്തെ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ, ഗുരുതരമായ വിഷയമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. തുടർച്ചയായി അവതാരക എന്നുള്ള രൂപത്തിൽ നിങ്ങൾ തുടർച്ചയായി ഒന്നെന്നെ പറഞ്ഞ് മുഴുവൻ വിടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. ഒന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഇന്റർഫെയർ ചെയ്യണം. ചർച്ചയാണല്ലോ, ജനാധിപത്യപര ചർച്ചയാണ്. എന്റെ സഹമാനലിസ്റ്റുകൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അവരും പറഞ്ഞു കൊള്ളട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ആ പ്രിൻസിപ്പാളിന്റെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രിൻസിപ്പൾ ഒരു മികച്ച അധ്യാപകനാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം, വലിയ പരിവേഷമൊക്കെ കൊടുത്തുകൊണ്ട് മാധ്യമങ്ങൾ തുടർച്ചയായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു വെക്കാറുള്ളത്, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു വലിയൊരു നടനാണ്. അദ്ദേഹം എത്ര ഒരു അധ്യാപകനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പറയുന്നത് വലിയൊരു നടനാണ് അദ്ദേഹം. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന, അത് SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, മറ്റേത് വിദ്യാർത്ഥി സംഘടനയായി കഴിഞ്ഞാലും ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൽ പ്രിൻസിപ്പാളോട് ക്യാബിനിൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം എണീറ്റ് പോവുകയാണ്. അവിടെ ഇരിക്കാൻ കസേരയുള്ള വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് പ്രിൻസിപ്പാൾ പെരുമാറുകയാണ് തുടർച്ചയായിട്ട്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള അതാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ആ വീഡിയോ ദൗർഭാഗ്യവശാൽ ഞങ്ങൾ ഈ വരാന്തയിൽ ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മാനേജ്മെന്റിനോട് എല്ലാ വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട് ആ ദിവസത്തിൽ സമയത്തിൽ ആ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏരിയ പ്രസിഡന്റ് അഭിനവ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന സമയം മുതൽ ഉള്ള എല്ലാ വീഡിയോസും പുറത്തുവിടാൻ വേണ്ടി മാനേജ്മെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇതുവരെ മാനേജ്മെന്റ് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായില്ല. പക്ഷേ ഈ പുറത്തുവിട്ട വീഡിയോയിൽ കാണുന്നത് ഈ അഭിനവ് ആക്രോശിച്ച് അങ്ങോട്ട് ചെല്ലുന്നതായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ദൗർഭാഗ്യകരം എന്നുള്ള രൂപത്തിൽ ഇത്രയും വലിയ പരിക്കേറ്റ 6 മാസത്തോളം കേൾവി പഴയ നിലയിലേക്ക്, സാധാരണ നിലയിലേക്ക് തിരിച്ചു കിട്ടാത്ത രൂപത്തിലേക്ക് അഭിനവ് എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു പ്രായമുള്ള വിദ്യാർത്ഥി പരാതിപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെയും ചാനൽ ചർച്ചകളിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ അതിന്റെ മെഡിസിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് വിടട്ടെ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ അതും പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പോലീസിന് പരാതി നൽകിയിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. പോലീസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. നിയമ നടപടിയായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ കാണേണ്ടത് അതേ പ്രിൻസിപ്പൾക്കെതിരായിട്ടാണ്. പ്രിൻസിപ്പളും ഈ പറയുന്ന സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതെ, അപ്പോൾ ആ പരാതി പോലീസിന് പരാതി കൊടുത്തിട്ട് അതിൽ എന്താണ് തുടർ നടപടി?
അത് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി അതിനിടയിലാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിന് ഉൾപ്പെടെ ഈ കേസിന്റെ ഒരു പറയൂ. ഈ കേസ് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ അതാണ് മനസ്സിലാക്കുന്നത്. പോലീസിൽ, നിയമവ്യവസ്ഥയിൽ എല്ലാം വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. അതിൽ യാതൊരു തർക്കവുമില്ല. നല്ല രൂപത്തിൽ ഇതിന് അഭിനവിനേറ്റ പരിക്കുമായി ബന്ധപ്പെട്ട് അതിന് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന എല്ലാ വകുപ്പുകളും ചേർത്ത് ഈ പ്രിൻസിപ്പൽക്കെതിരായി നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. ആ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് പുറമെ മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, തുടർച്ചയായി ഈ രൂപത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ രൂപപ്പെടുത്തിയ ജനാധിപത്യപരമായി ക്യാമ്പസുകളിൽ ഞങ്ങൾ രൂപപ്പെടുത്തിയ ഒരു സമാധാന അന്തരീക്ഷത്തെ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ചില പ്രത്യേകമായ താല്പര്യങ്ങൾക്കനുസൃതമായിക്കൊണ്ട് ചില പ്രിൻസിപ്പാളുകളുടെ എല്ലാം അവരുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച്, രാഷ്ട്രീയ ചേരിക്കനുസരിച്ച് മാറ്റാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഈ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളിൽ നടക്കുകയാണ്. ഇതിനെതിരെ കൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ എതിർക്കപ്പെടുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ അലോഷ്യസ് സേവ്യർ, അങ്ങനെ അതിനെതിരെ കൂടിയാണ് ഇവരുടെ പ്രതിഷേധം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊപ്പം നിൽക്കേണ്ടതല്ലേ? ശ്രീമതി അനുജ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 ദിവസമായി നിരന്തരമായി മാധ്യമങ്ങളെ കാണുകയും ചാനൽ ചർച്ചയിലെല്ലാം പങ്കെടുത്ത ഒരാളും നിരന്തരമായി ഇവിടെ കാര്യവട്ടം ക്യാമ്പസിലെ വിഷയങ്ങളിലെല്ലാം സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ 4 ദിവസമായി ചാനലിൻ്റെ മുൻപിൽ വന്നിരുന്ന്, മുഖം നഷ്ടപ്പെട്ട ഒരു സംഘടനയായി അവർ ചാനലിൻ്റെ മുൻപിൽ വന്നിരുന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് എന്തോ വലിയ മഹത്തരമായിട്ടുള്ള കാര്യം അവർ ചെയ്തു തീർക്കുന്നു, അല്ലെങ്കിൽ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ക്യാമ്പസിൽ നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണമൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ ഒരു വെറും പുച്ഛത്തോടു കൂടി മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ക്യാമ്പസിലും സ്വതന്ത്രമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തണം, ജനാധിപത്യപരമായ രീതിയിൽ അവിടെ എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന ആശയത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSU. ഇവർ പറയുന്നത് എന്താ? ഇവർ ഒരു ക്യാമ്പസിൽ മാനേജ്മെന്റിന്റെ അതിക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ വലിയ പീഡനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏൽക്കുന്നു. അപ്പോൾ അവിടെ സംരക്ഷകരായിട്ട് നിൽക്കുന്നു, അവിടെ ജനാധിപത്യപരമായി. എന്താണ് SFI ഇത് ആരോടാണ് പറയുന്നത്? ഈ വിഷയം ഇവർ ഈ കൊയിലാണ്ടി കോളേജിൽ വിഷയമുണ്ടാകുന്നതിൻ്റെ പിറ്റേ ദിവസം 24 മണിക്കൂർ പോലും കഴിയുന്നതിന് മുൻപ് ഇങ്ങ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ KSUവിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ അവിടെ പഠിക്കുന്ന 2ാം വർഷം MAക്ക് പഠിക്കുന്ന ഞങ്ങളുടെ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ കൊണ്ടുവന്നിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ നിനക്ക് ആര് സ്വാതന്ത്ര്യം തന്നു എന്ന് ചോദിക്കുന്ന ഈ SFI ആണ് തൊട്ടപ്പുറയുന്ന ചർച്ചയിൽ പറയുന്നത് ഞങ്ങൾ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്ക്. ഇവിടെ ഞാൻ ആ ക്യാമ്പസിൽ, ഈ പറയുന്ന കൊയിലാണ്ടി ക്യാമ്പസിൽ പ്രിൻസിപ്പളിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ പ്രിൻസിപ്പൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ, SFI പറയുന്നത് ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത്, അല്ല ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ അവർക്ക് വലിയ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ വലിയ പ്രീതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നിങ്ങളടക്കം വിദ്യാർത്ഥി സംഘടന അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് താങ്കൾ എന്തിന് ഞങ്ങൾ അലോസരപ്പെടണം? ഈ അലോസരപ്പെടുന്നത് സംഘടനയുടെ പേര് SFI എന്നാണ്. ഇതര സംഘടനകൾ ഒരു ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൽ വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ അലോസരപ്പെടുന്ന സംഘടനയുടെ പേര് SFI എന്നാണ്. ഇവർ ഇപ്പോൾ പ്രതിരോധത്തിലായപ്പോൾ അവർ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നു, അതിൽ ഞങ്ങൾ എന്നാണ്ട് അലോസരപ്പെടുന്നു. ഈ പറയുന്ന ക്യാമ്പസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ SFIക്ക് വലിയ സ്വാധീനമുള്ള ഒരു ക്യാമ്പസാണ്. SFIക്ക് വലിയ സ്വാധീനമുള്ള ഒരു ക്യാമ്പസിൽ ഞങ്ങൾ അവിടെ SFI ഒരു ഹെൽപ്പ് ഡെസ്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തിനാ അലോസരപ്പെടണം? ഞാനത് പറഞ്ഞ കാര്യം എനിക്ക് മുഴിപ്പിക്കാനുള്ള അവസരം തന്നെ. ഞാൻ അതിൽ പറഞ്ഞത് ഈ പ്രിൻസിപ്പളിനെ പറ്റി ഇവർ വലിയ ആരോപണങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഇവർ ഉന്നയിക്കുന്നുണ്ട്. പ്രിൻസിപ്പളിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാനോ അതിനെ ന്യായീകരിക്കാനോ, പ്രിൻസിപ്പൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന വാദത്തിൽ തന്നെ KSU ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ഞാൻ പറയുന്ന കാര്യം അതല്ല. ഇൻ കേസ് പ്രിൻസിപ്പൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ അതിനെ ഏത് രീതിയിൽ ഇത്തരത്തിലാണ് ഒരു വിദ്യാർത്ഥി സംഘടന പ്രതിരോധിക്കുന്നത് എന്ന തരത്തിലേക്കാണ് SFI തങ്ങളുടെ ന്യായങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ ക്യാമ്പസ്
ക്യാമ്പസുകളിലും നടക്കുന്നത്. SFIക്ക് അപ്രമാദിത്വമുള്ള ക്യാമ്പസുകളിൽ അവർ ഗുണ്ടാരാജ് നടത്തുന്നു. അവിടെ അവർ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ അടിച്ചൊതുക്കുന്നു, അവരെ കള്ള കേസുകളിൽ പെടുത്തുന്നു. ഇതെല്ലാം SFIയുടെ ജീനിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. അവർ പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം തെറ്റുകൾ ചെയ്തു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം നിരന്തരം നടക്കുകയാണ്. ഇപ്പൊ SFIയുടെ സുഹൃത്തിന്റെ അടുത്ത് അവതാരക ചോദിച്ചു, നിങ്ങളെ ആക്രമിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ കേസ് എടുത്തില്ല? നമുക്കറിയാം, ഈ കേരളത്തില് കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അധികാരത്തിലിരിക്കുന്നത് ഈ ഇടതുപക്ഷ സർക്കാരാണല്ലോ. പിണറായി വിജയനാണല്ലോ ഇവിടെ ആഭ്യന്തര വകുപ്പിൽ ഭരിക്കുന്നത്. SFI പ്രവർത്തകനെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ കർണപടം അടിച്ച് തകർത്തു എങ്കിൽ എന്തേ ഇത്ര ദിവസമായിട്ട് എന്താ അതിലൊരു നടപടി എടുത്തില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഇവരിതിൽ നിന്നെല്ലാം ഒളിച്ചു കളിക്കുകയാണ്. ഇവർ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഫ്സൽ പറഞ്ഞു, എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ അവതാരകന് തരാം എന്നാണ് പറയുന്നത്. എന്നിട്ട് അയക്കുന്നത് എന്താണ്? അതിലൊന്നും യാതൊരു ക്ലാരിറ്റി ഇല്ലാതെ ഈ പ്രിൻസിപ്പൽ അവരെ കയ്യേറ്റം ചെയ്യുന്നതായിട്ടുള്ള യാതൊരു രീതിയിലേക്കുള്ള തെളിവുകളോ ഇല്ലാത്ത ഒരു വീഡിയോസ് എല്ലാം കൊടുക്കുകയാണ്. അപ്പൊ അതെന്തുമാകട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI സൃഷ്ടിക്കുന്ന ഒരു അരോചകരമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തന ശൈലിയുണ്ട്. അത് അവസാനിപ്പിക്കപ്പെടണം. അതാണല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഇടതുപക്ഷത്തിൽ തന്നെയുള്ള പ്രമുഖമായിട്ടുള്ള പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ബിനോയ് വിശ്വം എന്താണ് SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രാകൃത സംസ്കാരമാണ്. പുതിയ പ്രവർത്തകർക്ക് ഇടതുപക്ഷത്തിന്റെ അർത്ഥം അറിയില്ല. തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് SFI ബാധ്യതയാകുമെന്നാണ് ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതൊന്ന് കേട്ടുവരാം. SFI ആ ശൈലി തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ, ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും. ശ്രീ പി കബീർ, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മാത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ SFI ഒരു ബാധ്യതയായി മാറുകയാണോ? അങ്ങനെ ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ പല കാലങ്ങളായിട്ടുണ്ടായ എല്ലാ സംഘർഷങ്ങളെയും എതിർത്ത് വന്ന പ്രസ്ഥാനമാണ് AISF. ഈ പുതിയ കാലത്തും ഇത്തരം സംഘർഷങ്ങൾ ക്യാമ്പസിൽ തീർച്ചയായും ദൗർഭാഗ്യകരമാണ്. ഒരു ഇടതുപക്ഷ പുരോഗമന സംഘടനക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. SFIയുടെ ലേബലിൽ പല ക്യാമ്പസുകളിലും കൃത്യമായ രാഷ്ട്രീയ ബോധമില്ലാത്ത, രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത, ഇടതുപക്ഷ ആശയങ്ങൾ എന്തെന്നറിയാത്ത സംഘങ്ങൾ, അരാഷ്ട്രീയ സംഘങ്ങൾ SFIയുടെ ലേബലിൽ പല ക്യാമ്പസുകളിലും പ്രവർത്തിച്ചു വരുന്നു. അതിന്റെ എല്ലാം തന്നെ ഭാഗമായാണ് പല കാലങ്ങളിലും പല ക്യാമ്പസുകളിലും ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിനു മുന്നേയും പല ഘട്ടങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ SFIയുടെ ലീഡർഷിപ്പ്, അവരുടെ നേതൃത്വം തിരുത്താനും അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനും, അത്തരം ആളുകളെ തങ്ങളെ കൂടെ നിർത്താതെ അവരെ തള്ളിപ്പറയാനും അവരുടെ നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഇതിലിപ്പോൾ ഇങ്ങനെ തള്ളിപ്പറയും ആ തരത്തിലേക്ക് താങ്കൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മുതിർന്ന നേതാക്കളിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് എന്താണ് എന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇത് SFIയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എപ്പോഴും SFIയെ കുറ്റപ്പെടുത്താനൊരു താല്പര്യം പ്രത്യേകമായി ഉണ്ട്. അതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് നിലപാട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ SFIയുടെ മുതിർന്ന നേതൃത്വം ഈ വിഷയത്തിലൊക്കെ അങ്ങനെ തള്ളിപ്പറയുന്ന നിലപാട് ഇനി സ്വീകരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തള്ളിപ്പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് അത്തരം പ്രവർത്തനങ്ങൾക്ക് SFIയുടെ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. മറ്റൊന്ന്, ഇത്തരം സംഘർഷങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ അത്തരം സംഘർഷങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സമീപനമാണ് തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റ് എല്ലാം തന്നെ
സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. പിന്നെ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് SFI മാത്രമല്ല, കേരളത്തിൽ മറ്റു ഇതര വിദ്യാർത്ഥി സംഘടനകളും ഇതുപോലെയുള്ള വലിയ അക്രമങ്ങൾക്കെല്ലാം തന്നെ പല ക്യാമ്പസുകളിലും നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് SFI മാത്രമാണ് സംഘർഷം നടത്തുന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. KSU പല കാലങ്ങളിൽ പല ക്യാമ്പസുകളിലും വലിയ രൂപത്തിലുള്ള അക്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ പല സംഘടനകളും ABVP ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സംഘർഷങ്ങളല്ല പുതിയ കാലത്ത് പ്രത്യേകിച്ച് ക്യാമ്പസുകൾക്ക് അകത്ത് വേണ്ടത്. സർഗാത്മക പ്രവർത്തനങ്ങളാണ്, ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും അവസാനമുണ്ടായ കൊയിലാണ്ടി ഗുരുദേവ തിരികെ ചർച്ചയിലേക്ക് ഞാൻ കബീറിലേക്ക് എത്താം. അതിനു മുൻപ് ശ്രീ പി താജുദ്ദീൻ, ഇപ്പോൾ കബീർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, ഒപ്പം ബിനോയ് വിശ്വത്തിന്റെ ബൈറ്റും നമ്മൾ കേൾപ്പിച്ചു. ഇത് പ്രാകൃത സംസ്കാരം എന്നാണ് ബിനോയ് വിശ്വത്തെ പോലൊരു മുതിർന്ന നേതാവ് വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷം എന്നുള്ളതിൻ്റെ അർത്ഥം എന്ത് എന്നറിയാത്തൊരു സംഘമാണ് ഇത്. എത്രയും പെട്ടെന്ന് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ SFI ഒരു ബാധ്യതയായി മാറുമെന്ന് പറയുകയാണ് മുതിർന്ന നേതാവ് ബിനോയ് വിശ്വം. നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന AISFന്റെ പി കബീറിന്റെ പ്രതികരണവും താങ്കൾ കേട്ടല്ലോ. അപ്പോൾ ഇതൊരു മാതൃകാപരമായ വിമർശനം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയുള്ള വിമർശനം എന്ന തരത്തിലേക്ക് കണ്ടുകൊണ്ട് എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് പരിശോധിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ? തീർച്ചയായും SFI എല്ലാ ഘട്ടത്തിലും യാതൊരു വിമർശനവും അതീതമല്ല. ഞങ്ങൾ വിമർശനങ്ങൾ ശരിയായ നിലയിൽ പൊതുജനങ്ങളിൽ നിന്ന്, ഞങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങളിൽ നിന്ന്, ഞങ്ങളെ നോക്കിക്കാണുന്ന രക്ഷിതാക്കളുടെ എല്ലാം ഭാഗമായി നിൽക്കുന്ന വിമർശനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന KSUവിൻ്റെയും പ്രതിനിധികൾ, അതുപോലെ തന്നെ MSFൻ്റെയും എല്ലാം ഭാഗമായി നിൽക്കുന്ന ആളുകൾ വലിയ രൂപത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ആരാണ് ക്ലാസ് എടുക്കുന്നത്? കേരളത്തിൽ 35ഓളം വരുന്ന ധീര രക്തസാക്ഷികൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ യാത്രാവകാശ പോരാട്ടം സംരക്ഷിക്കുന്നതിനു വേണ്ടി റാഗിങ്ങിനെതിരായിക്കൊണ്ട് ക്യാമ്പസുകളിൽ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി 35ഓളം വരുന്ന ധീര രക്തസാക്ഷികൾ ഈ കേരളത്തിൽ മാത്രം മരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാക്കളായി പറന്നു നടക്കുന്ന KSUക്കാരും MSFകാരും എല്ലാം ABVPക്കാരും മത തീവ്രവാദ സംഘടനകളും എല്ലാം കൊല ചെയ്യപ്പെട്ട ആളുകൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ശരിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിൽ അവർ ജീവിതം നഷ്ടപ്പെടേണ്ടി വന്നത്. എന്നിട്ടാണ് ഈ ചാനൽ മുറികളിൽ വന്നിരുന്നു കൊണ്ട് പല പൊതുപരിപാടികളിലും എല്ലാം SFIക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി ഈ രൂപത്തിലുള്ള വിദ്യാർത്ഥി സംഘടന തയ്യാറാകുന്നത്. അതുകൊണ്ട് KSUക്കാരായാലും MSFകാരായാലും മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ആരും ക്ലാസ് എടുത്ത് തരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ഉത്തരവാദിത്തപ്പെട്ട ചില ഈ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലെല്ലാം തിരുത്തേണ്ടതായ കാര്യങ്ങൾ തിരുത്തി തന്നെയാണ്, സ്വയം നവീകരിച്ചാണ് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത്. 1970 രൂപീകൃതമായ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം 54 വയസ്സെത്തി നിൽക്കുന്ന സമയത്തിനിടയിൽ ഞങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അത് തിരുത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ വിഷയങ്ങൾക്കിടയിലും ഈ ഇപ്പോൾ പറയുന്ന രൂപത്തിൽ ഞങ്ങളെ വല്ലാത്ത രൂപത്തിലേക്ക് കടന്നാക്രമിക്കുന്നതിനിടയിലും ഞങ്ങൾ സമരമുഖത്താണ്. ഇപ്പം നീറ്റുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക്, ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഏരിയ കേന്ദ്രങ്ങളിലും ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് നീറ്റിനെതിരായിക്കൊണ്ട് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിഡ്ഢികളാക്കിയതിനെതിരായിക്കൊണ്ട് വലിയ സമരം ഞങ്ങൾ സംഘടിപ്പിച്ചു. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരം സംഘടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇതിനെല്ലാം ഞങ്ങൾ ഇടപെടുന്നുണ്ട്. അതിനിടയിൽ തിരുത്തേണ്ടതായ കാര്യങ്ങൾ അത് വളരെ എത്രയോ നല്ല സംഘടനാ പ്രവർത്തനം ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള നേതാക്കളൊക്കെയുള്ള പ്രസ്ഥാനമാണിത്. പക്ഷേ നിലവിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? പൂക്കോടെ വിഷയമാണ് ചർച്ച ചെയ്തത് അല്ലേ? അതുപോലെ ഈ തുടർച്ചയായി ഇത്തരത്തിലേക്കുള്ള വാർത്തകൾ SFIയുമായി ബന്ധപ്പെടുത്തി വരുമ്പോഴല്ലേ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് താജുദ്ദീൻ? പക്ഷേ ഇതിൽ SFIയെ മാത്രം ഒരു പൊതു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ശ്രമിക്കുകയാണ്. അതാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയിലാണ്ടി കോളേജിൽ നിങ്ങൾ പ്രിൻസിപ്പലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്.
പക്ഷെ പിന്നീട് അവിടെ കാണിച്ച ശരിയാ. അക്രമം, ഇനി അതിനുശേഷം അതിനെ അവിടെ ഞങ്ങൾ നടത്തിയ ഒരു ന്യായീകരിക്കുന്നില്ല. കൊലവിളി അതിനെ ഞങ്ങൾ പ്രസംഗം അപലപിക്കുന്നില്ല. എന്താണ് അതിനെ എന്നത് താങ്കൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ന്യായീകരിക്കുന്നില്ല. ഞാൻ അതിനെ താങ്കളിലേക്ക് എത്താം. പ്രാകൃതമാണെന്ന് ഞാൻ തന്നെ താങ്കളിലേക്ക് ഞങ്ങൾ എത്താം. ഒരു ഉറച്ചിരിക്കുകയാണ്. കൊലവിളി പ്രസംഗം ഞാൻ SFI നേതാവിന്റെ ഭാഗത്ത് പൂർത്തീകരിക്കുകയാണ്. ഉണ്ടാകുന്ന ഒരു കൊലവിളി പ്രസംഗം ഞാനത് കേൾപ്പിച്ചിട്ട് താങ്കളിലേക്ക് തന്നെ തിരിച്ചെത്താം. SFI നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി 2 കാലിൽ കോളേജിൽ കയറില്ല. ഇത് പറയുന്നത് ആരാണ്? SFI ഏരിയ സെക്രട്ടറി നവതേജാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. സ്റ്റാഫ് സെക്രട്ടറിയും കോളേജിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സമരം തുടരുമെന്ന് നിങ്ങൾ പറയുമ്പോഴും അതിന് കൊടുക്കുന്ന ഭീഷണി എന്താണ്? അടിച്ച് കാല് തല്ലി വിടാൻ നമുക്കറിയാം. ആംബുലൻസുമായി പോലീസിന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. പോലീസ് വാഹനം മാത്രം ആകില്ല ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുന്നത്. ഞങ്ങളിത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളത് ചെയ്തിരിക്കും. പോലീസിന് ഞങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. ഇത് ഇത്തരത്തിലേക്കൊക്കെയുള്ള പ്രസംഗം നടത്തുന്നത് എത്ര മാതൃകാപരമാണ്. നമ്മൾ ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം. ഇന്നലെ SFIയുടെ ഒരു പ്രവർത്തകനെ ആരായിക്കോട്ടെ, SFIയുടെ ഏരിയ പ്രസിഡന്റ് ചുമതലയിൽ നിൽക്കുന്ന SFIയുടെ ഒരു പ്രവർത്തകനെ ഇവിടുത്തെ ഒരു അധ്യാപകൻ ഒരു കാരണവും കൂടാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ രീതി തന്നെയാണ് ഞങ്ങൾ നോക്കൂ. അധ്യാപകരെ പുറത്താക്കുന്നവരെ SFI സമരമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ, അതിനിവിടെ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ പിടിവിടാൻ വേണ്ടി തയ്യാറാവും. ആ പിടിച്ചു നിർത്തിയവരോട് ഞങ്ങൾ പറയും, ഇനി നമുക്ക് നോക്കാം, ഇവിടുത്തെ അധികാരികൾക്ക് പറ്റില്ലെങ്കിൽ നമ്മളായിക്കോളാം. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ 2 കാലില് ഈ അധ്യാപകനോടത്തെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കയറുകയില്ല എന്ന് പറയുന്നത് SFI ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കി പോകണം. പി താജുദ്ദീൻ, എന്ത് മാതൃകാപരമായ സന്ദേശമാണ് ഈ നേതാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ് ഈ വിഷയത്തിലേക്കാണ് വന്നത്. അതിനിടയിൽ ഒരു സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേരത്തെ SFIയുടെ ഭാഗമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള സഖാക്കളൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളെ, അത് വൈകാരികതയുടെ പേരിലാണെങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് കർശനമായി സംഘടനാപരമായി ഞങ്ങൾ വേണ്ടതായിട്ടുള്ള കമ്മിറ്റി ചേർന്നുകൊണ്ട് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ SFI ഏരിയ സെക്രട്ടറി നവതേജിന്റെ ഭീഷണി, ഈ നവതേജിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? നവതേജിനെതിരെ ഞങ്ങൾ സംഘടനാ കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കും. അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അതിനെ ഞങ്ങൾ തള്ളി പറഞ്ഞു. ഞങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് അധ്യാപകർക്കെതിരായിക്കൊണ്ട് അധ്യാപകരെ ഈ പരസ്യമായി ഈ പറയുന്നത് പോലെ റോഡിൽ നേരിടാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനോ ആ രൂപത്തിലേക്ക് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിലെ SFI. പക്ഷേ ആശയപരമായി ഈ വിഷയത്തിൽ ഇവിടെ പ്രസ്തുതമായ വിഷയം എന്ന് പറയുന്നത് 20 വയസ്സുള്ള ഈ അഭിനവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ, ആ വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു തകർക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം, ആ പ്രതികരണത്തെ മാത്രം ചൂണ്ടി നിന്നുകൊണ്ട് അത് വലിയ വാർത്തയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പറയുന്ന സമയത്ത് നവതേജ് എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി പറയുന്ന വാചകം മാത്രമാണ് നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രക്ഷേപണം ചെയ്യുന്നുള്ളൂ. മറിച്ച് ഈ അധ്യാപകനെതിരായിക്കൊണ്ട് വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ച ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെയുള്ള ഒരു ഘട്ടത്തിലും നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 2 വാർത്തകളും ഒരേ സമയം കൊടുക്കുന്നതിൽ തെറ്റില്ല. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. പക്ഷേ ഇതിൽ ഒരു വിഷയം, ഒരു വിഭാഗത്തെ മാത്രം, ഒരു ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് കൊലവിളിയും അത് എടുത്തു കാണിക്കേണ്ടതാണെങ്കിൽ അത് എടുത്തു കാണിക്കുക തന്നെ ചെയ്യും. കാരണം അത് മാതൃകാപരമായ രീതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത് എടുത്തു കാണിക്കുന്നത്. സെക്രട്ടറിയും പ്രിൻസിപ്പാളും കാണിച്ചിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ, അവിടെ കണ്ടു നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത ആ സമരത്തെ നിങ്ങൾ ഏത് തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നത് കൂടി നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ ഇതിനെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നില്ല. ഈ കൊലവിളി പ്രസംഗമായാലും ശരി, മറ്റു രൂപത്തിലേക്ക് കൈകാര്യം ചെയ്യുന്നതിനെ ഒന്നും സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല SFI. അതിനൊക്കെ ഈ പറയുന്ന രൂപത്തിൽ ജനാധിപത്യപരമായി നിയമപരമായി നേരിടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, ഈ പ്രിൻസിപ്പൽ നേരത്തെ സ്വഭാവദൂഷ്യമുള്ള ആളുകളാണ്, മാനസികമായി അധ്യാപകരെ ഉൾപ്പെടെ പീഡിപ്പിച്ച വാർത്തകൾ പുറത്തു വരികയാണ്. ആ സമയത്തും ഈ അധ്യാപകനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തുന്ന വാക്യങ്ങളെ, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ, സമരങ്ങളെ, ജനാധിപത്യ സമരങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും ആ കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത് നമ്മുടെ ചർച്ച ഇതായതുകൊണ്ടാണ്. ഇത് എത്രത്തോളം മാതൃകാപരമാണ് SFI നടത്തുന്ന സംഘടനാ പ്രവർത്തനം എന്നുള്ളതുകൊണ്ടാണ് ഈ ബൈറ്റ് എടുത്ത് കാണിക്കുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ സമരവും പ്രസംഗവും എല്ലാം നമ്മൾ കൃത്യമായി തന്നെ ചാനലിലൂടെ കാണിച്ചിട്ടുള്ളതാണ്. സംഘടനാ ശൈലിയല്ല എന്നുള്ളത് അതിൽ യാതൊരു തർക്കവുമില്ല. ഈ രൂപത്തിൽ കൊലവിളി പ്രസംഗം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും SFI അനുകൂലമായ നിലപാടിൽ സ്വീകരിക്കുന്നില്ല. അല്ല, അനുകൂലമല്ല എന്ന് പറയുകയും ഇത് നിരന്തരം തുടർന്നു പോവുകയും ചെയ്യുന്നു. ഇപ്പൊ ഭീഷണി പ്രസംഗം എന്തിന്റെ ബാക്കിയായാണ് വന്നത് താജുദ്ദീൻ? എന്തിന്റെ ബാക്കിയായിട്ടായിരുന്നു ആ ഭീഷണി പ്രസംഗം? നേരത്തെ ഓരോ ഉദാഹരണങ്ങൾ സഹിതം നിങ്ങൾ പറയുന്നതിലൊക്കെ ഞങ്ങൾ സംഘടനാപരമായി നടപടി സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അത് ഇന്ന കാര്യങ്ങൾ എന്ന് നിങ്ങളോട് ഇപ്പോൾ മാധ്യമങ്ങളോട് വിളിച്ച് ഇന്ന സംഘടനാ കമ്മിറ്റികളിൽ ഞങ്ങൾ സംഘടനാ ഘടകം ചേർന്നുകൊണ്ട് ഇന്ന ചർച്ച നടത്തി ആവശ്യമായ നടപടി സ്വീകരിച്ച് നിങ്ങളോട് റിപ്പോർട്ട്, ഞങ്ങൾ വിദ്യാർത്ഥികളോട് അത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏത് കമ്മിറ്റിയിലാണോ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ കമ്മിറ്റി വിളിച്ച് ഒരു സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് തുടർച്ചയായി ഈ തരത്തിലേക്കുള്ള അക്രമ പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊലവിളി, ഭീഷണി പ്രസംഗങ്ങൾ ഇത് ഈ തരത്തിലേക്ക് നിങ്ങളുടെ കൂടെയുള്ള നേതാക്കൾ എത്തുമോ? പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ വിവിധ ക്യാമ്പസുകളിൽ ഇപ്പോൾ കോഴിക്കോട് ഞാൻ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എരഞ്ഞിപ്പാലത്ത് സ്റ്റുഡിയോന് തൊട്ടപ്പുറത്തുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വ്യാപകമായ ആക്രമണത്തിന് KSU നേതൃത്വം കൊടുത്തു. 1ാം വർഷ വിദ്യാർത്ഥികൾ വരുന്ന സമയം നോക്കി. ഇത് പ്രത്യേകമായി കാണേണ്ട ഈ ഒരു സമയം ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം 1ാം വർഷ വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. നേരത്തെ KSUവിന്റെ ഭാരവാഹി സൂചിപ്പിച്ചത് SNDP കോളേജിൽ ഭൂരിഭാഗം വരുന്നത് SFIയുടെ പ്രവർത്തകരാണ്, SFI ആണ് ഏറ്റവും മൃഗീയമായ ഭൂരിപക്ഷം ഉള്ളത് എന്ന്. ഞാൻ അതാണ് ആ പ്രാരംഭഘട്ടത്തിൽ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വർഷാരംഭ പ്രവർത്തനത്തിൽ ഞങ്ങൾ എന്തോ ഈ പറയുന്ന വിദ്യാർത്ഥികളെ എന്തോ രൂപത്തിൽ വല്ലാത്ത രൂപത്തിലേക്ക് ഈ വർഷാരംഭ പ്രവർത്തനത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണയുടെ ഭാഗമായി KSU തുടർച്ചയായി ഈ വർഷാരംഭ പ്രവർത്തനം മുതൽ, അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ ക്രിസ്ത്യൻ കോളേജിൽ മാത്രമല്ല, കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാദാപുരം ഗവൺമെന്റ് കോളേജിൽ UDSFന്റെ നേതൃത്വത്തിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ക്യാമ്പസുകളിൽ വർഷാരംഭ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് UDSF സഖ്യവും KSUവും MSFും എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ KSU യൂണിയനാണെങ്കിൽ KSU മൃഗീയ ഭൂരിപക്ഷമുള്ളിടത്ത് KSUവും MSFന് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണെങ്കിൽ MSFും എങ്ങനെ ഏകപക്ഷീയമായിക്കൊണ്ട് SFIയുടെ പ്രവർത്തകരെയും SFIയുടെ ഭാരവാഹികളെയും ഉൾപ്പെടെ അവിടെ ആക്രമിക്കപ്പെടുമ്പോൾ അത് വാർത്തയാവുന്നില്ല. അത് ആ ഒരു നരേറ്റീവിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ പല ഘട്ടത്തിലും പല മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്കും പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് SFIയെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ രൂപത്തിൽ ഞങ്ങളെ വല്ലാത്ത രൂപത്തിലേക്ക് കുറ്റക്കാരാണ്, മോശപ്പെട്ട പ്രവർത്തനമാണ് ക്യാമ്പസിലും ഈ പറയുന്ന സമൂഹത്തിലെല്ലാം കാഴ്ചവെക്കുന്നത് എന്ന രൂപത്തിലേക്ക് ഉണ്ടാകുന്ന വാർത്തകൾ അത് അപ്പോൾ നൽകുക എന്നുള്ളതാണ് താജുദ്ദീൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടത്. അവിടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള വാർത്തകൾ വരികയാണ്. പുറത്തു നിന്നിട്ടുള്ള വന്ന ആളുകൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം ഭാഗമായി നിൽക്കുന്ന ആളുകൾ കാര്യവട്ടം ക്യാമ്പസിലേക്ക് ഉൾപ്പെടെ കടന്നു വന്നുകൊണ്ട് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയത്തെ, സെക്യൂരിറ്റിയും അവിടുത്തെ പുറത്തു നിന്നെത്തി വന്നിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സെക്യൂരിറ്റി സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തോട് പുറത്തു നിന്ന് വന്ന ആളുകളോട് പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഘർഷത്തിൽ ആ സംഘർഷം അറിഞ്ഞ് അവിടെ ഓടിക്കൂടിയ അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും, SFIക്കാർ മാത്രമാണ് നിങ്ങൾ അവകാശപ്പെടുന്നില്ല, അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെ ഒരു സംഘർഷം ഗേറ്റിൽ ആ ഭാഗത്ത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അതും എന്താ ചെയ്യുകയാണ്, ഈ രൂപത്തിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് SFI മാരകമായി അവിടെ ആക്രമിക്കപ്പെടുകയാണ്, SFI മാരകമായ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്ന് ഇതേ പറയുന്ന ആളുകളാണ് അവിടെ പറയുന്നത്. ഇപ്പോ അതിലെന്താണ് താങ്കളുടെ ടേക്ക്? ഇപ്പൊ ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത് എന്താണ്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ആളുകൾ വന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. ഇപ്പൊ ഈ വിഷയത്തിലൊക്കെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ മറുപടിയിൽ തൃപ്തരാണോ? അനുജ, ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഞാൻ പറയുന്നു, ഇവിടെ അവതാരിക പല ആവർത്തിയാണ് SFIയുടെ പ്രവർത്തകനോട് ചോദിക്കുന്നു, നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ, നിങ്ങൾ തള്ളി പറയാൻ തയ്യാറാണോ? എൻ്റെ അഭിപ്രായത്തിൽ ആ ചോദ്യമേ തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഏത് കാലഘട്ടത്താണ് SFI തിരുത്തിയിട്ടുള്ളത്, ഏത് കാലഘട്ടത്താണ് SFI തള്ളി പറഞ്ഞിട്ടുള്ളത്? അവർ എന്തെങ്കിലും കൊള്ളരുതായ്മകൾ ചെയ്യും, താൽക്കാലികമായിട്ട് അത് തള്ളിപ്പറയും, അതിനെ പിന്നീട് സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടാണ് അത് SFI താഴെ തട്ടിൽ നിന്ന് എടുക്കുന്നത്. അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. അതായത് SFI കാണിക്കുന്ന എല്ലാ
കൊള്ളരുതായ്മകളെയും അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതിൽ കൂടുതൽ മറ്റൊന്നും SFIയിൽ നിന്നോ അവരുടെ സംഘടനയിൽ നിന്നോ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതായത് അവർ ഒരു കാലഘട്ടത്തും തിരുത്താൻ തയ്യാറാവതില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ വക്രീകരിക്കാൻ SFI എടുക്കുന്ന ഒരു എഫേർട്ട്. ഈ കാര്യവട്ടം ക്യാമ്പസിലെ വിഷയം എടുക്കുക. കാര്യവട്ടം ക്യാമ്പസിൽ എന്താണ് വിഷയം നടന്നിരിക്കുന്നത്? 2 ദിവസം മുമ്പ് സാൻജോസ് എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആ ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ 2ാം വർഷ വിദ്യാർത്ഥി അവധി ദിനമായ അന്ന് വൈകുന്നേരം ക്യാമ്പസിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെയുള്ള SFIയുടെ പ്രവർത്തകർ ഇദ്ദേഹത്തെ അവിടുത്തെ ഹോസ്റ്റൽ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. 121 നമ്പർ ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായിട്ട് ആക്രമണം അഴിച്ചുവിടുകയാണ്. ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്ന KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് റിനി എന്ന് പറയുന്ന KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഞങ്ങളെ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയം രാത്രി 9:30 മണി. 9:30 മണിക്ക് ഞങ്ങളെ വിളിക്കുന്നു. ഇങ്ങനെ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയെ ഇങ്ങനെ ഹോസ്റ്റൽ മുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നു. വലിച്ചുകൊണ്ടുപോയി അവിടെ എന്തോ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണെന്ന് പറയുന്നു. അപ്പോൾ തിരുവനന്തപുരം ടൗണിൽ നിൽക്കുന്ന ഞങ്ങൾ ആ ക്യാമ്പസിലേക്ക് ചെല്ലുന്നു. അതിനു മുൻപായി ഞങ്ങൾ അവിടുത്തെ ലോക്കൽ പോലീസിനെ വിളിച്ചു പറയുന്നു, ഇത്തരത്തിലൊരു വിഷയമുണ്ടാകുകയിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലൂ, അവിടെ ഹോസ്റ്റലിൽ ചെന്ന് ആ വിദ്യാർത്ഥിയെ റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയമെടുത്ത് കാര്യവട്ടം ക്യാമ്പസിന്റെ പുറത്തെത്തുമ്പോൾ പോലും പോലീസ് അവിടെ എത്തി അകത്ത് കയറി ആ വിദ്യാർത്ഥിയെ റിലീസ് ചെയ്യുന്നില്ല. അതായത് ഇവർ വലിയ ദൃശ്യങ്ങളെല്ലാം പറയുന്നല്ലോ, ക്യാമ്പസിന്റെ അകത്ത് പുറമെ നിന്നുള്ള ഗുണ്ടകളൊക്കെ കയറിയെന്നാണ്. ഈ ചാനലിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാര്യവട്ടം ക്യാമ്പസിലെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ SFIക്കാർ പിടിക്കുന്ന വീഡിയോ ആണ് അതിൽ വെച്ചിരിക്കുന്നത്. എന്താണ്, അവർ ക്യാമ്പസിന്റെ അകത്ത് നിന്ന്, അതായത് ഗേറ്റിന്റെ അകത്ത് നിന്നുള്ള ഒരു വിഷ്വൽസ്. ക്യാമ്പസിന്റെ പുറത്ത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നിൽക്കുന്നു, KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇരിക്കുന്നു, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിന് നേതൃത്വം എത്തുന്നു. അവിടെ എന്താ ക്യാമ്പസിൽ എന്താ വല്ല ബിരിയാണി വിളമ്പുന്നുണ്ടെന്ന് കേട്ടിട്ട് വന്നതാണോ? അല്ല, ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ അവിടെ അതിക്രൂരമായിട്ട് ആക്രമിച്ച് 1 മണിക്കൂറോളമായി അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് വിടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ കൂടി സഹായം തേടിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നതാണ്. അതിനെയാണ് ഇവർ പറയുന്നത് പുറമെ നിന്ന് ഒരു ഗുണ്ടകൾ. ഈ സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നിങ്ങൾ ഒരുപക്ഷെ ചാനൽ ചർച്ചയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അതായത് വളരെ ചെറിയ ഒരു വിദ്യാർത്ഥി 10-40ഓളം വരുന്ന SFIക്കാരെ ആക്രമിക്കാൻ വേണ്ടി SFIയുടെ ഹോസ്റ്റലിലേക്ക് കിടന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ തലയ്ക്ക് വല്ല വെളിവുണ്ടോ? ഇവരെന്ത് വർത്തമാനമാണ് പറയുന്നത്? അതായത് ഒരു വിദ്യാർത്ഥി വന്നിട്ട് അവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു പുറമേ നിന്നുള്ള ഗുണ്ടകൾ വന്നു എന്ന് പറയുന്നു. ഇത് 48 മണിക്കൂർ കഴിഞ്ഞ് ഇവിടുത്തെ ഭരണ സംവിധാനം ഇവരുടെ കയ്യിലാണ്, യൂണിവേഴ്സിറ്റി സംവിധാനം ഇവരുടെ കയ്യിലാണ്. എന്തേ ഇവർക്കൊരു CCTV വിഷ്വൽസ് ഈ സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്യാമ്പസിന്റെ അകത്ത് കയറി ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വിഷ്വൽ എന്താ പുറത്തുവിടാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇവിടെ SFI ഇവിടെ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. അവരുടെ ഇടിമുറിയിലേക്ക് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനെ കൊണ്ടുവന്ന് ക്രൂരമായിട്ട് മർദ്ദിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും SFI പ്രതിസ്ഥാനത്താകും. SFIക്കെതിരെ ഒരു പൊതുബോധം രൂപപ്പെടും. അപ്പോൾ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യോ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടെ എന്ന തരത്തിലുള്ള SFIയുടെ പൊള്ളയായിട്ടുള്ള വാദം മാത്രമാണ് ഇത്. ഈ TV-യിൽ തന്നെ ഈ പറയുന്ന കൊയിലാണ്ടി ക്യാമ്പസിലെ വിഷ്വൽ കാണുമ്പോൾ SFIയുടെ പ്രതിനിധി എന്ത് അഭിമാനത്തോടു കൂടി ഇരുന്നിട്ടാണ് ന്യായീകരിക്കുന്നത്. ഞങ്ങൾ വിശുദ്ധന്മാരാണ്, അല്ലെങ്കിൽ എന്താണ്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ ചുമ്മാ ക്യാമ്പസിലിരിക്കുമ്പോൾ പ്രിൻസിപ്പൾ വന്ന് ഒരു പ്രവർത്തകന്റെ കർണപടം അടിച്ചു പൊളിക്കുന്നു. ഞങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ആ പ്രിൻസിപ്പളിനെ അങ്ങോട്ട് കയ്യേറ്റം ചെയ്യുന്നു. ഈ പറയുന്ന മഹാന്മാർ ആരൊക്കെയാണ്? ഈ പറയുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളിനെ കുഴിമാടം ഒരുക്കിയ ആളുകൾ, ഈ പറയുന്ന എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ച ആളുകൾ, പ്രിൻസിപ്പൽമാർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ആളുകൾ, ഇങ്ങനെ നിരന്തരമായിട്ട് അധ്യാപകരെയും അധ്യാപക വൃന്ദങ്ങളെ നിരന്തരം അപമാനിക്കുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്ന ആളുകൾ, അവർക്കെതിരെ അവർ ചെയ്യുന്ന തെറ്റുകളെ തിരുത്താൻ തയ്യാറാകുന്ന ആളുകളെ എല്ലാം ഭ്രഷ്ട് കൽപ്പിച്ച് അവർ കൊള്ളരുതാത്ത ആളുകളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്ക് അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സംഘടനയായിട്ട്. അപ്പം ഞാൻ പറയുന്നത് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ല. അതൊരു സാഡിസ്റ്റ് സംഘടനയാണ്, അതൊരു തീവ്രവാദ സംഘടനയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ നടക്കുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഘടകകക്ഷിയിൽപ്പെട്ട LDF-ൽ തന്നെ പെട്ട പ്രമുഖനായിട്ടുള്ള നേതാവ്, CPIയുടെ നേതാവ് ശ്രീ ബിനോയ് വിശ്വത്തിന് വരെ SFI എന്ന് പറയുന്ന സംഘടനയെ തള്ളി പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചത് ഇതാണ്, ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇപ്പൊ ഈ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും SFIക്കാരൊക്കെ അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തരുന്നു. പക്ഷേ ഒപ്പം SFIയെ അനാവശ്യമായി താറടിക്കുന്നുണ്ട്, അത് ശരിയല്ല എന്നുകൂടി അദ്ദേഹം
എടുത്തു പറയുന്നുണ്ട്. അനുജ ഇവിടെ നടക്കുന്നത് എന്താണ്? ഞാനതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SFI നിരന്തരം ചെയ്യുന്നത് കൊള്ളരുതായ്മ ഉള്ള പ്രവർത്തികളാണ്. പിന്നെ എന്താണ് അവര് കാണിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ഒരു സംഘടനയെ മാത്രം ഈ സംഘർഷത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പുറത്തുനിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഒരു സംഘടന ആ പുറത്തുനിന്ന് ആൾക്കാരെത്തി. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ ചോദിച്ചുള്ള 48 മണിക്കൂറായി ഈ വിഷയം നടന്നിട്ട് ഇവിടെ പുറത്തുനിന്ന് ആളുകൾ എത്തി വലിയ ആക്രമണ ക്യാമ്പസിലേക്ക് അഴിച്ചു വിട്ടെങ്കിൽ എന്തേ ഇവർക്ക് ഒരു CCTV വിഷ്വൽസ് പുറത്തു വിടാൻ സാധിക്കാത്തത്? ഭരണ സംവിധാനം ഇവരുടെ കയ്യിലല്ലേ, യൂണിവേഴ്സിറ്റി സംവിധാനം ഇവരുടെ കയ്യിലേ അല്ലേ, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എല്ലാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്കല്ലേ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവർ പ്രതിരോധത്തിലാകുമ്പോൾ ഇവർ വലിയ എന്താ പറയുക ഒരു പുകമറകൾ സൃഷ്ടിക്കുകയാണ്. മറ്റുള്ള ആളുകൾ ഞങ്ങളെ ആക്രമിച്ചു. അതിലൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. SFI കാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഒരു നയമുണ്ട്. നിങ്ങളത് പരിശോധിച്ചോളൂ. ഏത് ക്യാമ്പസ് വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചോളൂ. SFIക്ക് അപ്രമാദിത്വമുള്ള ക്യാമ്പസുകളിൽ ഇതര വിദ്യാർത്ഥി സംഘടനകൾ കടന്നു വരുമ്പോൾ അവർക്ക് ഒരു വലിയ വിഭ്രാന്തിയാണ്. അവരെന്താണ്, ആദ്യമേ അയാളെ ഭയപ്പെടുത്താൻ നോക്കും, അയാളെ മർദ്ദിക്കാൻ നോക്കും, അയാളെ ഭ്രഷ്ട് കൽപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതിനെല്ലാം ശേഷം എന്ത് ചെയ്യുന്നു, എന്നിട്ടും അവിടെ സംഘടനാ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യുന്നു, തക്കം പാർത്തിരുന്ന് ആ വിദ്യാർത്ഥിയെ സ്കെച്ച് ചെയ്തുകൊണ്ട് ഇതിന്റെ ഹോസ്റ്റൽ മുറികളിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വലിയ വിചാരണകൾ നടത്തുന്നു, അവിടെ നിയമം മേടിക്കുന്നു. അതിൽ നിന്ന് അതിനാണ് ഇടിമുറി. ഈ കാര്യവട്ടം ക്യാമ്പസിൽ 121 നമ്പർ മുറി അവിടെ ഇടിമുറിയായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പറയുന്ന പൂക്കോട് സർവകലാശാലയിൽ 21 നമ്പർ മുറി അവിടെ ഇടിമുറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട വളർന്നു വന്ന സംഘടനയൊന്നുമല്ല SFI. വളരെ താഴ്ന്ന നിലയിൽ നിന്ന് പടിപടിയായി ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനം, ഉയർന്നു വന്ന പ്രസ്ഥാനം എന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 35 രക്തസാക്ഷികളുടെ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ആ കണക്ക് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് കേട്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് സ്കോർ ബോർഡിലെ കണക്ക് നിരത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിവിടെ ചർച്ച നടത്തുന്നത്. നമ്മളിവിടെ ചർച്ച നടത്തുന്ന ദിവസത്തിൽ ഉണ്ടായ വിഷയത്തെ പറ്റി സംസാരിക്കും. ഇവർ ഏത് ചർച്ചകൾ ഉണ്ടാകും? SFI വലിയ കൊള്ളരുതായ്മകൾ ചെയ്യുമ്പോൾ ഇവിടെ KS പ്രവർത്തകരെ മറ്റ് പ്രവർത്തകരെ തലയെല്ലാം തല്ലിപ്പൊളിച്ച് വലിയ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിട്ട് ഇവരെ സ്റ്റേജിൽ വന്നിട്ട് ഇവിടെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് വലിയ വർത്താനം പറയുകയാണ്. എന്താണ്, ഞങ്ങൾക്ക് അന്ന് അങ്ങനെ സംഭവിച്ചില്ലേ, അന്ന് ഞങ്ങൾക്ക് രക്തസാക്ഷികൾ ഉണ്ടായില്ലേ, നിങ്ങൾ കൊന്നവരല്ലേ, ഞങ്ങൾ കൊല്ലപ്പെട്ടവരല്ലേ. നിങ്ങൾ ഇന്നിന്റെ കാലത്തിൽ ഇരുന്ന് സംസാരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത പ്രവൃത്തി തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങളുള്ള ആർജവം കാണിക്കൂ. ഞാൻ ഇതിൽ പറഞ്ഞു വെച്ച് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന പൂക്കോട് സർവകലാശാലയിലെ വിഷയമെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം ചെന്നെത്തുന്നത് SFIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ന്യായീകരിക്കാൻ അവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള നേതാവല്ലേ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അവരുടെ യൂണിറ്റ് തലത്തിലുള്ള ആളുകൾ ചെയ്ത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ, അല്ലെങ്കിൽ അവരെ തിരുത്തണമെന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്നേ. ഇല്ല എങ്കിൽ ഇതിലും വലിയ വിദ്യാർത്ഥി മരണമടഞ്ഞപ്പോൾ ഇരന്നു വാങ്ങിയ മരണമെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞതും നമ്മൾ മറക്കാൻ പാടില്ല. ഇതിലൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ നാളുകളിൽ ഇവിടെ ധീരജിന്റെ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം SFIയുടെ പ്രതിനിധികൾ വന്ന് ധീരജിനെ പറ്റി എല്ലാം വാ തോരാതെ പറഞ്ഞു. ധീരജിന് അവിടെ വലിയ രക്തസാക്ഷിത്വം ഉണ്ടായി എന്നും അവിടെ KSകാർ പ്രതികളാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നതാരാ? ഇവിടെ കേരളത്തിലിരുന്ന് ഭരിക്കുന്നതാരാ? കേരളത്തിലെ ഭരിക്കുന്നതാരാണ്? പിണറായി വിജയനല്ലേ? അല്ലാണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണോ? ശ്രീ താജുദ്ദീൻ മനസ്സിലാക്കുക. താജുദ്ദീൻ തന്റെ തങ്ങളുടെ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് വെറും പാഴാണെന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഞാനത് അല്ല, ഈ തള്ളി പറയുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അലോഷ്യസ് സേവ്യർ, ഈ തള്ളി പറയുന്നതിനെ കുറിച്ചൊക്കെ താങ്കൾ നേരത്തെ പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നൊരു പരാമർശം കൂടി മറക്കാതെ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അതിനുവേണ്ടിയാണ് ഞാൻ ധീരജിന്റെ പേര് പറഞ്ഞത്. ഇരന്നു വാങ്ങിയ മരണം, അങ്ങനെയാണോ ഒരു മുതിർന്ന നേതാവ് പറയേണ്ടത്? അല്ല, എത്ര നാളായാലും ഇതാണ് മനോഭാവം. ഇതാണ് മനോഭാവം അലോഷ്യസ് സേവ്യർ. ഒന്നര വർഷം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഇന്നും ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന പ്രതിയെ ജയിലിൽ അടയ്ക്കാൻ ഇവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടില്ലാന്നേ. പിന്നെ എങ്ങനെ അതിന്റെ ആരോപണങ്ങളെല്ലാം KSന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ പറയുന്നു KSകാർ ആക്രമിച്ചു, ധീരജിനെ KSകാർ കൊന്നു അല്ലെങ്കിൽ വധിച്ചു എന്ന് പറയുന്നു. ധീരജ് എന്ന രക്തസാക്ഷി SFIക്ക് ഉണ്ടായി എന്ന് പറയുന്നു. ഇത്രയേറെ നാളുകളായിട്ട് ഈ ചെയ്തു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതികൾ എന്ന് ആരോപിക്കുന്ന ആളുകൾ, ഈ പറയുന്ന ആളുകളെല്ലാം ഇന്ന് പുറത്തുണ്ടെന്നേ.
ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന അധികാരത്തിലിരിക്കുന്നത് പിണറായിയുടെ സർക്കാരല്ലേ നീ? ആഭ്യന്തര വകുപ്പ് വെറും പാഴാണെന്നല്ലേ താജുദ്ദീൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ SFI പ്രവർത്തകർ നിരന്തരം ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സംവിധാനത്തെയും നിങ്ങൾ തുടർച്ചയായി നിയമ സംവിധാനം അതിന്റെ നിലയിൽ മുന്നോട്ട് പോകും. SFI അതിന്റെ സമര പോരാട്ടങ്ങൾക്ക് നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. പക്ഷേ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ ഈ തിരുത്തൽ വരുത്തണം, സ്വയം നവീകരിക്കണമെന്ന് ആവർത്തിച്ച് ഈ ചർച്ചയിൽ തുടങ്ങിയ സമയം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അലോഷ്യസ് സേവ്യർ, ഈ വിഷയത്തിൽ നിങ്ങൾ സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഒറ്റപ്പെട്ടതല്ല. ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം ജോബി ആൻഡ്രൂസ് ഈ വരുന്ന ജൂലൈ മാസം 15-ാം തീയതി സഖാവ് ജോബി ആൻഡ്രൂസിന്റെ രക്തസാക്ഷിത്വം ആചരിക്കാൻ വേണ്ടി പോവുകയാണ്. ജോബി ആൻഡ്രൂസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഞാനൊരു കാര്യം വ്യക്തത വരുത്താൻ വേണ്ടി പറയാം. ഞാൻ അതിനിടയിൽ ഇടപെട്ടതല്ല. കഥയും എല്ലാം പറയും. ഞാൻ പറയുന്ന ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കുണ്ടായ രക്തസാക്ഷിയാണ് ഈ പറയുന്ന ധീരജ് എന്ന് നിങ്ങൾ പറയുന്ന ആള്. ആ പറയുന്ന ആളിനെ ആക്രമിച്ചത് കേസുകാരാണെന്ന് നിങ്ങൾ പറയുന്നു. കേസുകാരാണ് ആക്രമിച്ചതെങ്കിൽ അതിന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളത് തള്ളി പറയുന്നേ. ഞാൻ അതിലേക്കല്ലേ പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ആ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഈ നിങ്ങളുടെ മുതിർന്ന നേതാവ് തള്ളി പറഞ്ഞ വാചകമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അലോഷ്യസ് സേവ്യർ അല്ല അനുജ, അതാണല്ലോ പറഞ്ഞത്. ഏത് ഘട്ടത്തിലാണ് അത് തെളിയിക്കപ്പെടാൻ പറ്റിയത്? നിങ്ങൾ പറയുന്നല്ലോ ഏത് ഘട്ടത്തിലാണ് ധീരജിനെ വധിച്ചത് അല്ലെങ്കിൽ ധീരജിനെ രക്തസാക്ഷിത്തിലേക്ക് നയിച്ച സാഹചര്യത്തിന് നേതൃത്വം കൊടുത്തത് കേസുകാരാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരാണെന്ന് എവിടെയാണ് തെളിയിക്കപ്പെട്ടത്? നിങ്ങൾ എല്ലാ ചർച്ചകളിലും വന്നിരുന്ന് പറയുന്നല്ലോ ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് പോലും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ആരോപണങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിച്ചിട്ട് നിങ്ങൾ അതിനെ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തള്ളി പറയേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾ വലിയ കാര്യങ്ങൾ പറയുന്നല്ലോ. ഈ പറയുന്ന നിങ്ങളുടെ നിയമ സംവിധാനങ്ങളെല്ലാം വലിയ കുറ്റമറ്റ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നല്ലോ. നിങ്ങൾ 2 ദിവസം മുമ്പ് നിങ്ങൾ അഭിമന്യു എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഒരു രക്തസാക്ഷിത ദിനം നിങ്ങൾ ആചരിച്ചതാണേ. അദ്ദേഹത്തിന്റെ അതിന് കുറ്റക്കാരായിട്ടുള്ള. തിരികെ ചർച്ചയിലേക്ക് ശ്രീ താജുദ്ദീൻ, ഇപ്പോ നേരത്തെ ആ ഒരു കൊലവിളി പ്രസംഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, കേൾപ്പിക്കുകയും ചെയ്തു. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കേരളം വിട്ട് പോയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നത്, അതിന് നിങ്ങൾ വഹിക്കുന്ന ഒരു പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ സംശയവും അതുതന്നെയാണ് താജുദ്ദീൻ. ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും വിദ്യാർത്ഥി ഇത്തരം കലാലയങ്ങളിലേക്കൊക്കെ വരുമോ? എന്ത് സുരക്ഷിതത്വമാണ് ഞങ്ങൾക്കുള്ളത് എന്നൊരു സംശയം അവരുടെ രക്ഷിതാക്കളുടെ ഒക്കെ മനസ്സിലുണ്ടാകില്ലേ? അതാണ് ഞാൻ തുടക്കം മുതൽ സൂചിപ്പിച്ചത് ശ്രീമതി അനുജ. അതിൽ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്നുള്ള നല്ല ധാരണയുടെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നവീകരണ പ്രക്രിയയിലൂടെ ഞങ്ങൾ സ്വയം നവീകരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ നവീകരണ പ്രക്രിയയുടെ ഭാഗമായി സ്വീകരിക്കേണ്ടതായ നിലപാടുകൾ വെച്ചു പുലർത്തേണ്ട അച്ചടക്കങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് നല്ല സംഘടനാ ക്ലാസുകൾ നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില ആളുകളുടെ ഭാഗത്തുണ്ടാകുന്ന ഈ തരത്തിലുള്ള ഇടപെടലുകളെ, പ്രതികരണങ്ങളെ, അത് ഏത് തരത്തിൽ വൈകാരികതയുടെ കാര്യത്തിലായാലും മറ്റേതെങ്കിലും സാഹചര്യങ്ങളുടെയും എല്ലാം സമ്മർദ്ദത്തിലാണെങ്കിൽ കൂടി അതിനെയെല്ലാം തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായ വിദ്യാർത്ഥി സംഘടനയാണ് SFI. അതാണ് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പി കബീർ, അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ചർച്ചയിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, താങ്കൾ നേരത്തെ കൊയിലാണ്ടി സംഭവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതിലെന്താണ് ASFIയുടെ AISFന്റെ അതിലെന്താണ് നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇപ്പോൾ അവർ പ്രിൻസിപ്പലിനെതിരെയൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എങ്കിൽ പോലും അതിന് നിയമ സംവിധാനമുണ്ടല്ലോ. പ്രിൻസിപ്പലിനെതിരെയൊക്കെ പരാതികളുണ്ടെങ്കിൽ അത് ആ രീതിയിലേക്ക് പരിഹരിക്കപ്പെടേണ്ടതിന് പകരം ഇതാണോ അതിനൊരു മാർഗം എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം തന്നെ മറ്റൊന്നിന്ന് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട വിഷയം, എന്ത് സുരക്ഷിതത്വം വിദ്യാർത്ഥികൾക്കുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്ന് സംശയം തോന്നിയാൽ ഈ കൊലവിളി പ്രസംഗങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ. മറ്റൊന്ന് AISFനും ഉണ്ട് ഒട്ടേറെ പരാതികൾ SFIയെ കുറിച്ച്. നമുക്കറിയാം, വാർത്തകളിലൊക്കെ വന്നതാണ്. നിങ്ങളുടെ വനിതാ നേതാവിന് കോട്ടയത്തുണ്ടായതെന്ത് എന്ന് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഒരു കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. SFIയുടെ ആക്രമണത്തിൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന നിങ്ങളുടെ നേതാക്കളെ കുറിച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തെയൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് കബീർ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് അതാണ്. ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഘർഷങ്ങൾ അത് ഏറ്റവും അവസാനമുണ്ടായ കാര്യവട്ടം ക്യാമ്പസിലാണെങ്കിലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ്. മറ്റൊന്ന്, ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പളുടെ ഭാഗത്തുനിന്നുണ്ടായതും കൃത്യമായ ഒരു പ്രിൻസിപ്പൽ ചെയ്യേണ്ട കാര്യമല്ല അവിടെ ചെയ്തിട്ടുള്ളത് എന്ന് അവിടെ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത്തരം സംഭവം പ്രിൻസിപ്പളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നാലും
തീർച്ചയായും ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്ക്, ഇപ്പോൾ പുരോഗമന ആശയങ്ങൾ പിന്തുടരുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്ക് SFI അവിടെ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് കൃത്യമായി ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, ക്യാമ്പസുകളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാലത്തും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. SFIയിൽ നിന്ന് മാത്രമല്ല, ഇതര വിദ്യാർത്ഥി സംഘടനകളിലെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ മുൻകാലങ്ങളിൽ നേരിടേണ്ടി വന്ന പ്രസ്ഥാനമാണ്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ക്യാമ്പസുകൾ ഒരിക്കലും കായികപരമായ സംഘർഷങ്ങളല്ല ക്യാമ്പസുകളിൽ ഉണ്ടാവേണ്ടത്. ആശയപരമായ സംഘടനകളാണ്, സർഗാത്മക ക്യാമ്പസുകളാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോക്കാണോ ഈ കാണുന്നത് കബീർ? അല്ല, ഈ സംഭവത്തിൽ തീർച്ചയായും ഞങ്ങൾ എതിർത്തല്ലോ. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. SFIയുടെ ലേബലിൽ പല ക്യാമ്പസുകളിലും കൃത്യമായ രാഷ്ട്രീയ ബോധമില്ലാത്ത, രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത ഇടതുപക്ഷ ലേബലിൽ നിന്ന് പറയുന്നത് തെറ്റാണ്. കാരണം SFIക്കാരാണ്, SFIയുടെ നേതാക്കളാണ് ഇവരൊക്കെ. ഇപ്പൊ ഈ കൊലവിളി പ്രസംഗം നടത്തിയതൊക്കെ ആരാണ്? SFIയിൽ പ്രവർത്തിക്കുന്ന പല ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത, ഇടതുപക്ഷ ആശയങ്ങൾ എന്തെന്നറിയാത്ത പല പ്രവർത്തകരും, SFIയിൽ പ്രവർത്തിക്കുന്ന പലരും ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നു. അവരെ തിരുത്താൻ അല്ലെങ്കിൽ തള്ളി പറയാൻ SFIയുടെ നേതൃത്വം തയ്യാറാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നാൽ, ഈ SFI മാത്രമല്ല ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അവരും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ KSU വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ പല ക്യാമ്പസുകളിലും കേരളത്തിൽ അടുത്ത കാലത്ത് ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, എനിക്കൊരു ഇടവേള കൂടി എടുക്കേണ്ടതുണ്ട്. അതിന് മുൻപായി കബീർ, ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുമ്പോൾ 35 SFI പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടതിൽ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ എന്നൊക്കെ പ്രതിപക്ഷത്തെ നോക്കി ചോദിക്കുന്നുണ്ട്. നടക്കാൻ പാടില്ലാത്ത നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നത് ഞങ്ങളുടെ പണിയല്ല, തെറ്റിനെ തെറ്റായി തന്നെ പറയും, തള്ളി പറയേണ്ടതിനെ തള്ളി പറയുമെന്ന് പറയുമ്പോഴും ഈ സംഭവത്തിലൊന്നും അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇതിനു മുൻപ് നടന്ന AKG സെന്റർ ആക്രമണം, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പം SFI എന്നുള്ളത് എങ്ങനെയാണ് വളർന്നു വന്നത്? പടിപടിയായുള്ള വളർച്ചയാണ്, നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുകയാണ്. ഇടിമുറിയിലൂടെ വളർന്നതല്ല എന്നൊക്കെ. അവിടെ പോലും മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കും, അല്ലെങ്കിൽ അത് തള്ളിപ്പറയുമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അല്ല, ആ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്തരം ഒരു സംഘർഷങ്ങൾ, ദൗർഭാഗ്യകരമായ സംഘർഷങ്ങൾ കേരളത്തിലെ കലാലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് തുടർന്നും അത്തരം സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ്, നിലപാടുകളാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് AISFന്റെ അഭിപ്രായം. അതുകൊണ്ട് അത്തരം വേളകളിൽ ഇത്തരം ഈ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ല. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിലെ കലാലയത്തിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ P. താജുദ്ദീൻ, ഇതിനു മുൻപ് സംസ്ഥാന സമിതിയിൽ വിമർശനമുണ്ടായതാണ് SFIക്കെതിരെ. ഈ പരാജയം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയത്തിന് SFI വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ച് വിമർശനങ്ങളെല്ലാം അവിടെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ദക്ഷിണ മേഖല റിപ്പോർട്ടിംഗിൽ വന്നിട്ടുള്ള വിമർശനം, അതിൽ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. അപമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് SFIയുടെ നടപടികൾ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ മുതിർന്ന നേതാക്കൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും വിമർശനം, കൂടാതെ CPIയുടെ വിമർശനമൊക്കെ നമ്മൾ കേട്ടു. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തുമോ, തള്ളിപ്പറയേണ്ടതിനെ തള്ളിപ്പറയുമോ, അതോ ഈ ഗൂണ്ടായുസവുമായി മുന്നോട്ട് പോവുകയാണോ? ഈ ഗൂണ്ടായുസം എന്ന് പറയുന്ന ഒരു രൂപത്തിൽ നടത്തിയ പ്രതികരണം ശരിയല്ല. അതെ, ഞാൻ പെട്ടെന്ന് തന്നെ പറയും. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേ തിരുത്തും, അതിൽ യാതൊരു തർക്കമില്ല. ഞങ്ങൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വരുന്ന വിമർശനങ്ങളെ ഒന്നും നിങ്ങൾ ഇനിയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ കഷ്ടമാണ്. ഇത് എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ, പുഴുക്കുത്തുകൾ ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടെങ്കിൽ ആ ആളുകളെ തള്ളിപ്പറയാനും അതിനെതിരായി നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എല്ലാ കാലത്തും തയ്യാറാണ്. യാതൊരു തർക്കവുമില്ല. അതിന്റെ റിസൾട്ടാണ് ഇപ്പോഴും എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും, എല്ലാ ക്യാമ്പസിലും ജനസ്വീകാര്യത നേടാനും വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യരായി ഞങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയുന്നത് ഇതുകൊണ്ടാണെന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്കുമുണ്ട്. ശരി, ആ തരത്തിൽ SFI ഒരു ബാധ്യതയാകാതിരിക്കട്ടെ, എത്രയും വേഗം തിരുത്തൽ നടപടികളിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനം കടക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. വളരെ നന്ദി ശ്രീ അലോഷ്യസ് സേവ്യർ, ശ്രീ P. താജുദ്ദീൻ, ശ്രീ P. കബീർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.